നമസ്കാരം മുത്തുമണികളെ. കേരളത്തിലെ ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയൊക്കെ കർണക്കുറ്റി ഹോൾസെയിലായിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഗുണ്ടിയെ നിങ്ങൾക്കറിയാവും. ഇപ്പൊ നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ ചേച്ചി, ശോഭയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഭീഷണികളുമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. കേരളത്തിലെ സ്ത്രീകൾക്ക് അപമാനമാണ് ഈ ഒരു വൃത്തികെട്ട ഊള സ്ത്രീ. അതായത് ഇവർ ഈ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി വന്ന സമയത്ത് കണ്ണാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ലെവളുടെ തോഴിയുമായിട്ട് പോയിട്ട് പണം കൊടുക്കുന്നത് ഇതോടെ പൊക്കിയിട്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ അത് ഇവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ, യവറ്റുകൾക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. മുൻ BJP-യുടെ നേതാവായിട്ടുള്ള ഒരു സ്ത്രീയോട് ലെവൾ പറയുന്നതെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണോ ലെവൾ സംസാരിക്കുന്നത്, അതോ ലെവൾ എവർക്ക് വേണ്ടി മാത്രമാണോ സംസാരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ ഉടനെ അവരുടെ കർണക്കുറ്റിയുടെ കവാല അടിച്ച് തിരിക്കാൻ വേണ്ടി നടക്കുന്ന കേരളത്തിലെ BJP-യുടെ വനിതാ ഗുണ്ട നേതാവാണ് ഈ മുല്ലപ്പൂ ചുറ്റിയ നിഴൽ ശോഭ എന്ന് പറയുന്ന ഈ വേട്ടാവളിയെത്തി. സത്യം പറയാം, കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമായിട്ടുണ്ട് ഇത് കേട്ടോ. ലെവളെങ്ങാനും ഇനി പാലക്കാടെങ്ങാനും ജയിച്ചാൽ ലെവളുടെ MLA സ്ഥാനം തെറിക്കാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കണം ഇനി എവളെ MLA ആയിട്ട് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നറിയാൻ. പാലക്കാട്ടെ ജനങ്ങൾ അത്യാവശ്യം തലയ്ക്ക് വിവരവും ബോധവുമുള്ള ആൾക്കാരാണെന്നാണ് നമ്മളുടെ വിശ്വാസം. പാലക്കാട് ഈ പണം കൊടുക്കുന്ന സമയത്ത് ഈ നിഴൽ ശോഭ ചേച്ചിയുടെ കൂടെ ഇരുന്ന ആ സ്ത്രീ കാറിനകത്തിരിക്കുന്നതും ഇവരിറങ്ങി വന്ന് ഡോറ് തുറന്ന് അടയ്ക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പയ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നിന്റെ കവാലക്കുറ്റി ഞാൻ അടിച്ച് തിരിക്കുമെന്നാ. സത്യം പറയാമല്ലോ, വീട്ടിൽ ആണുങ്ങളെ ഭരിക്കുന്ന പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ. BJP-യുടെ ഒരു നേതാവായിരുന്ന ഈ ഒരു സഹോദരി ഒരു പോസ്റ്റ് ഇട്ടു. ഈ പൈസ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ചൊടിച്ചിട്ടാണ് ഇവളെ വിളിച്ചിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകളുടെ സ്വന്തം ഝാൻസി റാണി എന്ന് പറയുന്ന ഈ ചാണക സ്ത്രീ ഇവരെ പറയുന്ന തെമ്മാടിത്തരം കേട്ടാണല്ലോ ഇവരുടെ കവാലക്കുറ്റി അടിച്ചു തിരിക്കാൻ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒന്നടങ്കം രംഗത്തേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നമുക്ക് ആ ഞെട്ടിക്കുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP-കാരിയല്ലേ? അതെ, ഞാൻ BJP-യുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പോസ്റ്റ് ഇടുന്ന കാര്യം ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട് പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സോമന്റെ കീപ്പാന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അത് ഞാൻ പോസ്റ്റ് ഇട്ടാ എങ്ങനെയുണ്ടാവും? നിങ്ങൾ പോസ്റ്റ് ഇട്ടോ ഇടുന്നല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊരു ചാനലാണ് പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത് ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത് അടിച്ചു ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു ആ ഓഫീസിലെ ശ്രീകുട്ടൻ. അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ നീയും ഈ പാർട്ടി കാണത്തില്ല. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക് പറഞ്ഞോളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? പണിക്കുട്ടി ഞാൻ തീർത്തരാം. ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ലല്ല, ഞാൻ നിന്റെ ഭർത്താവിനും കാണും. നിനക്ക് ഭർത്താവ് ഉണ്ടോന്ന് എനിക്കറിയില്ല. നിന്റെ ഭർത്താവിനും കാണാൻ ഞാൻ വരും. അതില്ലാത്തത് ആർക്കാണെന്ന്
അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോ എന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും ഡോറടക്കണം, ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുൺ അനിരുദ്ധനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ കോടതി ഞാൻ കേട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. തെളിയിക്കും. ആലപ്പുഴ എന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എന്റെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഈ പെരുങ്കള്ളി മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭയുടെ ഈ കൊണവതാരം നിങ്ങൾ കേട്ടല്ലോ അല്ലേ? സ്ത്രീയോടാണ് സംസാരിച്ചത്. സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവിനോടാണ് ലവള് സംസാരിച്ചത്. നിനക്ക് ഭർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല എന്ന്. അതിന് കൃത്യമായ രീതിയിൽ മറുപടി അടിച്ച് അവളുടെ അണ്ണാക്കി തന്നെ ഈ സഹോദരിയും കൊടുത്തിട്ടുണ്ട്. അത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് മൊത്തത്തിൽ അറിയാമെന്നുള്ളത്. എന്തിനാണ് വിവരം കെട്ട സ്ത്രീയെ ഇതൊക്കെ കേൾക്കാനായിട്ട് പോകുന്നത്? നിങ്ങൾ BJPയുടെ വലിയൊരു തലപ്പത്തിരിക്കുന്ന ഒരു കൊണാണ്ടറാണല്ലോ. സത്യം പറഞ്ഞാൽ ഇവർക്കെതിരെ സംസാരിക്കുകയോ BJPക്കെതിരെയോ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ കവാലക്കുറ്റി അടിച്ചു തിരിക്കാനായിട്ടുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ഒരു ഗുണ്ടി സ്ത്രീയാണ് ഇപ്പൊ ഈ മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹം കേട്ടോണ്ടിരിക്കുകയാണ്, കേരളത്തിലെ സ്ത്രീ സമൂഹം കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിലയിരുത്തുക, സ്വന്തം പാർട്ടിയിലുള്ള ഒരു സ്ത്രീക്ക് ഇത്രയും മോശമായ രീതിയിൽ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇതുപോലുള്ള സ്ത്രീകൾ കേരളത്തിൽ നിങ്ങളെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവർക്ക് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും കേരളത്തിലെ ആളുകളോട് കാണിക്കാൻ പോകുന്നത്? അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കുതിരയ്ക്ക് കൊമ്പും അട്ടയ്ക്ക് കണ്ണും കൊടുക്കാത്തത് ചുമ്മാ ഒന്നുമല്ല. ഇവറ്റകളെ പോലുള്ളവർക്കൊക്കെ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതോടെ തീർന്നു കിട്ടും നമ്മുടെ നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് ഈ വേട്ടാവളിയത്തെ ഉണ്ടല്ലോ, 25 ലക്ഷം രൂപ ഒരുത്തൻ്റെ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും പുറത്ത് കറങ്ങി നടപ്പുണ്ട്. എന്നിട്ട് ലവനെ വിരട്ടിയത് നിങ്ങൾ കണ്ടതാണല്ലോ. സംഘപരിവാറിൻ്റെ ഗുണ്ടാ നേതാവായിട്ടാണ് ഇപ്പം ഈ സ്ത്രീ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കിടന്നിങ്ങനെ പൂണ്ട് വിളയാടുന്നത്. ഇതിനൊക്കെ തടയിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. അടിച്ചൊതുക്കി ഏതെങ്കിലും മൂലയെ കൊണ്ടിരുത്തണം. വീട്ടുജോലി ചെയ്തിട്ട് അവിടെ ഇരിക്കാനായിട്ടുള്ള ക്വാളിറ്റി മാത്രമേ ഇവർക്കുള്ളൂ. ഒരു പഞ്ചായത്ത് മെമ്പറാകാൻ പോലുള്ള ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഇതുപോലുള്ള ആളുകളെയൊക്കെ നിയമസഭയിലേക്ക് കൊണ്ടുവരണോ വേണ്ടെന്നുള്ളത് പാലക്കാട്ട് ബുദ്ധിയും വിവേകവും ചിന്താശക്തിയുമുള്ള ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കണം. എന്തായാലും ഈ സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള അധിക്ഷേപവും വെല്ലുവിളിയും നടത്തിയിട്ടുള്ള ഇവർക്കെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കുക തന്നെ ചെയ്യണം. കാരണം ഇവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.